അജീഷ് ജയകുമാറിലേക്ക് പോകുന്നു. അജീഷ് ഉള്ളത് ഡൽഹിയിലാണ്. അജീഷ്, ഇപ്പോൾ സ്ഥിതിഗതികൾ കേന്ദ്രം നിരീക്ഷിച്ചു വരികയാണ്. എന്താണ് പാകിസ്ഥാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്? അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രസ്താവനകളൊക്കെ സ്വാഗതാർഹമാണ്. ധാരണ അത് നടപ്പിലാക്കാൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ് പാകിസ്ഥാൻ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പാകിസ്ഥാൻ ആയതുകൊണ്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വിശ്വസിച്ച് പറയുക വയ്യ. ഇപ്പോൾ എന്താണ് കേന്ദ്രത്തിന്റെ അടുത്ത നീക്കങ്ങൾ? ഉന്നത തലത്തിൽ യോഗങ്ങൾ ഇന്ന് ചേരാനുണ്ടോ? വാർത്താ സമ്മേളനങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? വിശദാംശങ്ങൾ. അനുജ, നിലവിൽ അത്തരത്തിലുള്ള വിശദാംശങ്ങളൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വിദേശകാര്യ വക്താവോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ ആരെങ്കിലും ഒക്കെ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ വിവരങ്ങൾ ഈ സമയത്തിനോടകം തന്നെ പുറത്ത് വന്നേനെ. നിലവിൽ അത്തരത്തിൽ യോഗം ചേരുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നതായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. നിലവിൽ ഈ പ്രതിപക്ഷം ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സീസ് ഫയർ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്ത് വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ ഇന്ദിരാഗാന്ധിയും അമേരിക്കൻ മുൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണുമായിട്ടുള്ള ഒരു ചിത്രമൊക്കെ അവർ പോസ്റ്റ് ചെയ്തിരുന്നു. അവർ പ്രധാനമായി പറഞ്ഞത് മൂന്നാം രാജ്യം, അത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു തർക്കത്തിൽ അത് ഇടപെടുന്നു. അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് നടക്കാനിരിക്കുന്നുണ്ട്. അത് 11 മണിക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും പുതിയതായി പറയാനുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു. കേന്ദ്രത്തിന്റെ നിലപാട് എന്ന തരത്തിലേക്ക് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം ഇന്ന് വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം അത് 11 മണിക്ക് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അജീഷ്, തുടരാം. അനുജ, 11 മണിക്കാണ് ഈ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴാണ് അതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് അവർ പറയാൻ പോകുന്നത്? ഒരുപക്ഷെ ഈ സീസ് ഫയർ ലംഘനം അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പറയുകയാണോ, അല്ലെങ്കിൽ ഇന്നലെ ഈ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനം അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുകയാണോ? എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്തായാലും 11 മണിക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സീസ് ഫയറുമായി ബന്ധപ്പെട്ട് ഈ അമേരിക്കയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ ചില പ്രതിപക്ഷം ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു തുടങ്ങി. കാരണം എന്ത് നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇത്തരത്തിലൊരു സീസ് ഫയർ കരാറിൽ അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിൽ എത്തിയത് എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിലടക്കം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓൾ പാർട്ടി മീറ്റിംഗ് വീണ്ടും വിളിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട്. കൂടാതെ തന്നെ ഒരു പ്രത്യേക പാർലമെന്റ് സെഷനും വിളിച്ചു ചേർത്ത് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എന്തായാലും അമേരിക്കയുടെ ഒരു മധ്യസ്ഥത അത് മാത്രമാണ് നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ആ മധ്യസ്ഥതയിൽ എന്തൊക്കെ നിബന്ധനകളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് സംസാരിച്ചത്, ഇക്കാര്യത്തിലൊന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണമൊന്നും ഈ ഘട്ടത്തിൽ വരെ വന്നിട്ടില്ല. നിലവിൽ ഈ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ പത്രസമ്മേളനത്തിൽ അക്കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുമെന്ന് നമ്മൾ കരുതുന്നു. ഇന്ന് 11 മണിക്കാണ് വാർത്താ സമ്മേളനം.